ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ജനപ്രിയവുമായി കണക്കാക്കപ്പെടുന്ന കോമിക് പുസ്തകത്തിലെ അമാനുഷിക കഥാപാത്രമാണ് സൂപ്പർമാൻ. ജെറി സീഗൽ, ജോ ഷുസ്റ്റർ എന്നിവർ ചേർന്നാണ് 1932 സൂപ്പർമാൻ എന്ന കഥാപാത്രത്തിന് ജന്മം നൽകിയത്. 1938 ഇവർ ഈ കഥാപാത്രത്തെ ഡിറ്റക്റ്റീവ് കോമിക്സ് ഇങ്കിന് വിറ്റു. സൂപ്പർമാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആക്ഷൻ കോമിക്സിലാണ്. ക്രിപ്റ്റൺ എന്ന ഗ്രഹത്തിൽ കാൽ-എൽ എന്ന പേരിലാണ് സൂപ്പർമാൻ ജനിച്ചതെന്നാണ് സൂപ്പർമാന്റെ ആരംഭത്തെക്കുറിച്ചുള്ള കഥ പറയുന്നത്. ക്രിപ്റ്റൺ ഗ്രഹം നശിക്കുന്നതിന് അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് ശിശുവായ കാൽ-എല്ലിനെ പിതാവ് ജോർജ്-എൽ ഒരു റോക്കറ്റിൽ കയറ്റി ഭൂമിയിലേക്ക് അയക്കുന്നു. കാനസിലെ ഒരു കാർഷിക കുടുംബം അവനെ കണ്ടെത്തുകയും ക്ലാർക്ക് കെന്റ് എന്ന പേരിൽ വളർത്തുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കെന്റ് അമാനുഷിക ശക്തികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. മുതിർന്ന ശേഷം തൻ്റെ ശക്തികൾ മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കെന്റ് തീരുമാനിക്കുന്നു. പലതവണ റേഡിയോ പരമ്പരകൾ, ടെലിവിഷൻ പരിപാടികൾ, ചലച്ചിത്രങ്ങൾ, വീഡിയോ ഗെയിമുകൾ എന്നിവയിലെല്ലാം സൂപ്പർമാൻ പ്രത്യക്ഷപ്പെട്ടു. സൂപ്പർമാന്റെ വിജയം സൂപ്പർ ഹീറോ എന്നൊരു സാഹിത്യ വിഭാഗത്തിന്റെ ഉത്ഭവത്തിനും അമേരിക്കൻ കോമിക് പുസ്തക മേഖലയിൽ അത് ആധിപത്യം സ്ഥാപിക്കുന്നതിനും കാരണമായി. വളരെ കാലം മുമ്പ് തന്നെ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ സൂപ്പർമാന്റെ വസ്ത്രധാരണം തന്നെയാണ്. എന്തുകൊണ്ടാണ് സൂപ്പർമാൻ ജട്ടി ചുവന്ന അടിവസ്ത്രം പുറത്തിടുന്നത്? സൂപ്പർമാൻ ജട്ടി പുറത്തിടുന്നത് കോമിക് ബുക്സ് ചരിത്രത്തിലും ഡിസൈനിലുമുള്ള ഒരു വിചിത്രമായ ഒരു പാരമ്പര്യമാണ്. 1938 സൂപ്പർമാനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ വേഷം സർക്കസ് താരങ്ങളുടെയും ഗുസ്തിക്കാരുടെയും വസ്ത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അക്കാലത്തെ സർക്കസ് താരങ്ങൾ, പ്രത്യേകിച്ച് ശക്തി തെളിയിക്കുന്ന ഐറ്റങ്ങൾ ചെയ്യുന്ന താരങ്ങൾ, ഇറുകിയ വസ്ത്രങ്ങൾക്ക് മുകളിൽ ഒരു ജട്ടി പോലുള്ള വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. അവർ അരയിൽ ഒരു ബെൽറ്റ് പോലുള്ള ഭാഗം വസ്ത്രത്തിന് പുറമെ ധരിക്കുന്നത് സാധാരണമായിരുന്നു. ഇത് അവരുടെ ശരീരത്തിൻ്റെ ഘടനയും ശക്തിയും എടുത്തു കാണിക്കാനും പ്രായോഗികമായി വസ്ത്രം കീറാതിരിക്കാനും സഹായിച്ചു. സൂപ്പർമാന്റെ വേഷത്തിന്റെ ഈ ഡിസൈൻ 1940കളിലും 50കളിലും ഒരു ഐക്കോണിക് ശൈലിയായി മാറി. സൂപ്പർമാന്റെ ശക്തമായ ശരീരം എടുത്തു കാണിക്കാനും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കാനും ഇത്തരമൊരു വേഷവിധാനം സഹായിച്ചിട്ടുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള ജട്ടി നീല നിറങ്ങളിലുള്ള വസ്ത്രത്തിൽ ഒരു വേർതിരിവ് നൽകുന്നു. പഴയ കോമിക്സുകളിൽ വർണ്ണങ്ങൾ പരിമിതമായിരുന്നതിനാൽ കഥാപാത്രങ്ങളെ വേർതിരിച്ചറിയാൻ ഇത് സഹായിച്ചു. കാലക്രമേണ ഈ ജട്ടി ലുക്ക് സൂപ്പർമാന്റെ ഒരു ട്രേഡ് മാർക്കായി മാറി. എന്നാൽ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് 2011 DC-യുടെ ന്യൂ 52 റീബൂട്ടുകളിലും മറ്റു അഡാപ്ഷനുകളിലും ഈ ഡിസൈൻ ഒഴിവാക്കപ്പെട്ടു. പുതിയ സിനിമകളിലും കോമിക്സുകളിലും ജട്ടി പുറത്തിടുന്ന ശൈലി അത്ര പ്രകടമായി കാണുന്നില്ല. എങ്കിലും ക്ലാസിക് സൂപ്പർമാൻ രൂപകൽപ്പനയുടെ ഒരു പ്രധാനമായി ഇത് ഇപ്പോഴും നിലനിൽക്കുന്നു.